ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത്ര എളുപ്പത്തിൽ ഈ ഒരു മുട്ടക്കറി ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് 2 വലിയ സവാള, അതുപോലെ തന്നെ മീഡിയം സൈസിൽ വരുന്ന 2 തക്കാളി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും, എല്ലാം കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഇട്ട് മുറിച്ചിട്ടുള്ളത്. ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു പ്രഷർ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 2 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബദാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാഷ്യൂ എന്തായാലും വേണം കേട്ടോ, എന്നാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി ഒരു 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ മതിയാവട്ടെ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, ചെറിയ തീയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 2 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് അത്യാവശ്യം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 4-5 കോഴിമുട്ട എടുത്തിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് നല്ലോണം നിങ്ങൾ ചൂടാക്കി എടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. തീ കൂടി കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞിട്ടുള്ളൊരു ടേസ്റ്റ് ആവട്ടെ, അപ്പോൾ അത്ര നന്നാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. കുറച്ച് സമയം നിങ്ങൾ വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു മുളക് പൊടിയുടെ ഒക്കെ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കുറച്ചുകൂടി നന്നായി കിട്ടും. ഇപ്പോഴും തീ കൂട്ടി വെക്കരുത് കേട്ടോ, ആ ഒരു പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല കേട്ടോ, പശുവും പാലുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് മിക്സ് ആക്കി വരുന്ന സമയത്ത് ഇത്തിരി കൂടെ വെള്ളം വേണമെങ്കിൽ കുറച്ച് നല്ല ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് ഇത്തിരി അങ്ങ് തിളച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ അങ്ങ് കുറുകും, കാരണം നമ്മൾ കാഷ്യൂം ബദാമൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലോണം അങ്ങ് തിളച്ച് വന്നോട്ടെ. ഒന്നങ്ങ് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉലുവേല ഉണ്ടല്ലോ, അതാണിത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ പൊടിച്ചെടുക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. ഏകദേശം നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്കും വരുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് വേണം ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമൊക്കെ കയ്യിലുണ്ട്, കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. നമ്മൾ ഈസി ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി. പിന്നെ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഇത്തിരി 1/2 ടീസ്പൂൺ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അത്രയേ ഉള്ളൂ. നല്ല ചൂടുള്ള ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരേ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്നാൽ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. ചെയ്ത് നോക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഇതിലൊരു ഇത്തിരി ബട്ടർ, അണ്ടിപ്പരിപ്പ്, കസൂരി മേത്തിയൊക്കെ വേണമെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ, നല്ലൊരു കറി തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്